നമസ്കാരം. അവിട്ടം നക്ഷത്രക്കാർക്ക് 2024 സംഭവിക്കാൻ പോകുന്ന ചില സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. ഈ വീഡിയോ അവിട്ടം നക്ഷത്രക്കാരുടെ 2023 സമ്പൂർണ്ണ പുതുവർഷ ഫലം തന്നെയാകുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് 2024 സംഭവിക്കുക, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ബുധനാഴ്ച ദിവസങ്ങളിൽ നടത്തുന്ന വിശേഷാൽ വിഷ്ണു പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വിജയം അത് മറ്റുള്ളവർ എന്ത് തന്നെ ചെയ്താലും ഇവർക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമായി തന്നെ 2024 പറയുവാൻ സാധിക്കും. ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സഹായകരമായി തീരുകയും ചെയ്യും. അതിനാൽ തന്നെ ഇഷ്ടദേവതയെയും കുലദേവതയെയും അതേപോലെ ഗ്രാമദേവതാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായും ഈശ്വരാധീനം നാൾക്കുനാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ, അത് നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഇത്. കൂടാതെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ് എങ്കിൽ, കുടുംബദേവതാ പ്രീതി നേടുകയാണ് എങ്കിൽ ഇരട്ടിയായി തന്നെ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തൊഴിൽപരമായി നോക്കുകയാണ് എങ്കിൽ തൊഴിലിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ തൊഴിൽ നേടുക, അല്ലെങ്കിൽ നിലവിലെ തൊഴിലിൽ നിന്നും മാറുവാൻ സാധിക്കുക, വിദേശത്തേക്ക് പോകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ 2024 സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു. വിദ്യയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആലസ്യം അകന്ന് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരം തന്നെയാണ് ഇത്. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്കോടെ തന്നെ മുന്നേറുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് 2024. എന്നാൽ നിത്യവും അതിരാവിലെ കുളിച്ച് ശുദ്ധിയോടെ ഗായത്രി മന്ത്രം 108 തവണ ജപിക്കുവാൻ നിത്യവും ശ്രമിക്കുക. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഫലങ്ങൾ, അതായത് നിങ്ങളുടെ വിദ്യയിൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതാകുന്നു. ചെയ്യേണ്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വാഹനവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ നവംബറിന് ശേഷം വാഹനം സ്വന്തമാക്കുവാനുള്ള സാധ്യത ഇരട്ടിച്ചിരിക്കുന്ന സമയമാകുന്നു. മറ്റ് സമയങ്ങളിലും യോഗമുണ്ട് എങ്കിലും നവംബറിന് ശേഷമാണ് ഇരട്ടി നേട്ടങ്ങൾ വാഹനവുമായി ബന്ധപ്പെട്ട് വന്നു ചേരുക. അല്ലെങ്കിൽ വാഹനം എടുക്കുവാൻ കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന സമയം നവംബറിന് ശേഷമാകുന്നു. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. വിശേഷപ്പെട്ട കാര്യങ്ങൾ തന്നെ നടക്കും. നടക്കില്ല എന്ന് ഉറപ്പിച്ച പല കാര്യങ്ങളും നടക്കുന്ന ഒരു വർഷം കൂടിയാണ് 2024. അതിനാൽ മംഗളകർമ്മങ്ങളാൽ മനസ്സിൽ സന്തോഷം നിറയുന്ന അവസരം കൂടിയാണ് ഇത്. ചിലർക്ക് മന്ദത വന്ന് ചേരുവാൻ, അതായത് കാര്യങ്ങൾ മന്ദതയിലേക്ക് നീങ്ങുവാൻ സാധ്യത കൂടുതലാകുന്നു. പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിക്കാതെ ഇവർ കുഴഞ്ഞ് പോകുന്നതാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു വർഷം തന്നെയാണ് 2024. ചിന്താഗതിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ വളരെയധികം വ്യത്യാസം നിങ്ങൾ വരുത്തേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയാം. അല്പം വ്യത്യാസങ്ങൾ നിങ്ങളുടെ ചിന്താഗതിയിൽ വരുത്തുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. എടുത്തുചാടി ഒരു കാര്യവും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. അത് പ്രത്യേകിച്ചും വസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. ഓഗസ്റ്റിന് ശേഷം ജോലി സംബന്ധമായി അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം. ഗവൺമെന്റ് ജോലികൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ വളരെ ആഗ്രഹിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. അന്യ സംസ്ഥാനത്ത് തൊഴിൽ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതാകുന്നു.
അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. നീലാഞ്ജന വഴിപാട് ശനിയാഴ്ച തോറും നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച ഇപ്രകാരം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വന്നു ചേരേണ്ട ആ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന് സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത്. സുഹൃത്തുക്കളാൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, ദോഷങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നത് വാസ്തവമായ കാര്യമാകുന്നു. അതിനാൽ സുഹൃത്തുക്കളുമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പലവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷ്മത പാലിക്കണം എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. ദീർഘനാളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. ദൃഷ്ടിദോഷം, അതേപോലെ തന്നെ അത്തരത്തിലുള്ള ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുവാൻ സാധ്യത കൂടുതലാണ്. എങ്കിലും വളരെയധികം ശ്രദ്ധ നിങ്ങൾ എപ്പോഴും പുലർത്തേണ്ടതാകുന്നു. പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രത്തിൽ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. സാധിക്കുന്ന ഏവരും ആ കാര്യം ചെയ്യുവാൻ ശ്രമിക്കുക. മുൻപ് പരാമർശിച്ചതുപോലെ എടുത്തുചാട്ടം ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. വിവാഹം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു വർഷമാണ് 2024. പ്രത്യേകിച്ചും നവംബറിന് ശേഷം കാര്യങ്ങൾ വളരെ അനുകൂലമായി തീരും എന്ന് തന്നെയാണ് ഫലം. രോഗദുരിതങ്ങൾ കുറയുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത്ഭുതകരമായ മാറ്റങ്ങൾ പോലും 2024 സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഒരു കാര്യവും അമിതമാകാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. സുഹൃത്തുക്കളാൽ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരം കൂടിയാണ് ഇത്. എന്നാൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഗുണകരമായ അനുഭവങ്ങളും സംഭവിക്കും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. അതിനാൽ രണ്ട് കാര്യവും ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാകുന്നു. സന്തോഷകരമായ കാര്യങ്ങൾ കുടുംബജീവിതത്തിലേക്ക് വന്നു ചേരുകയും കുടുംബജീവിതം കൂടുതൽ സന്തോഷപ്രദമായി മാറുന്ന സമയം കൂടിയാണ് 2024. തർക്കങ്ങൾ ഉണ്ടാകില്ല എന്നല്ല പറയുന്നത്. തർക്കങ്ങൾ വന്നു ചേരും എങ്കിലും അത് പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. പുനർവിവാഹം ആലോചിക്കുന്നവരാണ് എങ്കിൽ അതിനുള്ള സാധ്യത 2024 വളരെ കൂടുതൽ തന്നെയാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലോണുമായി നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ, ലോണിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിലെത്തും. ചിട്ടി പോലുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. വീഴ്ച സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു. ആശുപത്രിയിൽ പോകുവാനുള്ള അല്ലെങ്കിൽ ആശുപത്രി വാസത്തിന് സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. അത് വീഴ്ചയുമായി ബന്ധപ്പെട്ടും അശ്രദ്ധയാൽ സംഭവിക്കുന്ന അപകടങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം. ശാപമോചനം ലഭിക്കും. അതിനാൽ തന്നെ ഇഷ്ടദേവതയെ മനസ്സുരുകി പ്രാർത്ഥിക്കേണ്ട വർഷം കൂടിയാണ് 2024. നിങ്ങളിൽ വന്നു ചേരേണ്ട ആ സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. പുതിയ രീതിയിലുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കും എന്ന് തന്നെയാണ് ഫലം. പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ വിദ്യ പഠിക്കും. വൈദ്യുതി, ഗ്യാസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. അഗ്നിയുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. സൽസന്താന ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വർഷം കൂടിയാണ് 2024. പിതൃപ്രീതി ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ തന്നെ ഈ സമയങ്ങളിലെല്ലാം ഈ വർഷം നിങ്ങൾ പരമാവധി കാക്കയ്ക്ക് ആഹാരം നൽകുവാൻ പ്രത്യേകം ശ്രമിക്കുക. മീനൂട്ട് വഴിപാട് നടത്തുക. തിലഹോമം നടത്തുക. തങ്ങളാൽ ചെയ്യാൻ സാധിക്കുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യുവാൻ പരമാവധി ശ്രമിക്കുക. പ്രധാനമായും ഇത്തരം കാര്യങ്ങളാണ് 2024 എന്ന പുതുവർഷവുമായി ബന്ധപ്പെട്ട് അവിട്ടം നക്ഷത്രക്കാരെ കുറിച്ച് പരാമർശിക്കാനായിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായും ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതേപോലെ ഉയർച്ച നേടുവാൻ സഹായകരമായ കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. തീർച്ചയായും ഈ വർഷം ഏറ്റവും ശുഭകരമായി തന്നെ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.